Hello everyone, welcome back to my channel. ഇന്ന് ഏപ്രിൽ 3 കുറേ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണെന്ന്. എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ഥലത്തേക്ക് യാത്ര പോവുക എന്നുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കിടക്കുന്ന കാശ്മീരിലേക്കാണ് ഞങ്ങൾ ടൂർ പോകുന്നത് ഇപ്രാവശ്യം. വി ആർ സോ എക്സൈറ്റഡ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കുറേ നാളുകൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ടൂറിൻ്റെ തിരക്കായിരുന്നു. എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ വാങ്ങിക്കലും എടുത്തു വെക്കലും പാക്ക് ചെയ്യലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരും. ഇന്ന് ഏപ്രിൽ 2, നാളെയാണ് ഞങ്ങൾ ടൂർ പോകുന്ന ദിവസം. നമ്മളിവിടുന്ന് ട്രെയിനിന് പോകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഡൽഹി വരെ 2 ദിവസമുണ്ട്. പിന്നെ അവിടെ നിന്ന് കാശ്മീരിലേക്ക് പിന്നെ ഒരു ദിവസമുണ്ട്. അങ്ങനെ കുറേ ട്രാവൽ എടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണില്ല, പുറത്തുനിന്നോ ട്രെയിനിൽ നിന്നോ വാങ്ങിക്കണില്ല, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാ ഫുഡും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ഫാമിലിയും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചീത്താവാത്ത ഐറ്റംസ്, അധികം ഹെവി അല്ലാത്ത ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് എടുത്തേക്കണത്. നാളെ വൈകിട്ടാണ് നമ്മുടെ ട്രെയിനിൻ്റെ സമയം. അപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഓരോ വീട്ടുകാരും വീട്ടിലുള്ള ചോറ്, കറി അങ്ങനത്തെ നാളെയും കൂടിയാണ് നമ്മുടെ വീട്ടിലത്തെ ചോറ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൊതിച്ചോറ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. എനിക്കും അമ്മക്കും അപ്പക്കും തണുപ്പത്തിടാൻ ജാക്കറ്റാണ്, പിന്നെ ക്യാപ്പ്, ഗ്ലൗസ്, സോക്സ് അതൊക്കെ ഇനി പാക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഷൂസ് വാങ്ങിക്കുന്നില്ല, അത് ഡൽഹിയിൽ ചെന്നിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കണേ. ഡൽഹിയിൽ നമുക്ക് കുറച്ച് സമയമുണ്ട്. അത് ജാക്കറ്റും അവിടെ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് വല്ല പ്രോബ്ലംസ് ഉണ്ടായാൽ അവിടുത്തെ മാർക്കറ്റുകളെല്ലാം അടച്ചിടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ജാക്കറ്റ്. പവർ ബാങ്ക്, ചാർജർ, ഫോണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനാണ് ഈ ബാഗ് എടുത്തേക്കുന്നത്. എനിക്കും ഈ ബാഗിൽ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ്, രണ്ട് മണിയായി. ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങണം. ഞങ്ങൾ ഇവിടുന്ന് ആസ് യൂഷ്വൽ പേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പോണത്. ഇപ്രാവശ്യം എറണാകുളം ടൗണിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങണം, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് പോണത്. ആ ട്രെയിൻ ഇവിടെ എറണാകുളം ടൗണിൽ 4:25 ആകുമ്പോൾ എത്തും. അവിടെ നിന്ന് ഡൽഹി വരെയാണുള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ട്രെയിൻ ഉള്ളത്. അവിടെ നമ്മൾ ഉച്ചയ്ക്ക് എത്തും ന്യൂഡൽഹിയിൽ. എന്നിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, ഷൂസൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട്. പിന്നെ അവിടെ നിന്ന് വൈകിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ജമ്മു താവിയിലേക്ക് ട്രെയിൻ ഉണ്ട്. അങ്ങനെയാണപ്പോൾ ട്രാവൽ പ്ലാൻസ്. ഞങ്ങൾ എടപ്പള്ളി ഫാമിലിയുടെ ഒപ്പമാണ് പോകുന്നത്. എല്ലാ ഫാമിലീസും ഇല്ല, ഓരോ തിരക്കൊക്കെ ആയിട്ട്. എന്നാലും പറ്റാവുന്നവരൊക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ട്രാവൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യണത്. വി ആർ സോ എക്സൈറ്റഡ്. അപ്പോൾ ഓരോ ഫാമിലീസും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ സമയമായി. അപ്പോൾ ഇറങ്ങാം. സോ വെൽക്കം ടു കാശ്മീർ വ്ളോഗ്.
ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. Please stand away from the doors. ഇപ്പോൾ മെട്രോ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കണേ. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. അപ്പോൾ 1-ലേക്ക് നടക്കണേ. ഞങ്ങൾ ബാക്കിലാണ് ചെന്നിറങ്ങിയത്. നോക്ക് ഈ ട്രെയിൻ നമുക്ക് പോകേണ്ട ട്രെയിനാണെന്ന് വിചാരിച്ച് എല്ലാവരും ബാഗ് എടുത്ത് റെഡി ആയിട്ടിരുന്നു. പക്ഷേ ഇത് വൈകി വന്നൊരു ട്രെയിനായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ചമ്മിപ്പോയി. ഇപ്പം നമ്മുടെ ശരിക്കുള്ള ട്രെയിൻ വന്നു. അപ്പോൾ ഈ ട്രെയിനാണെങ്കിൽ ഇവിടെ 5 മിനിറ്റ് സ്റ്റേഷനിൽ നിർത്തിയിടുന്നുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ കുറേ ലഗേജസും ഉണ്ട്, കുറേ ആൾക്കാരും കയറാനുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റിനുള്ളിൽ എല്ലാവരും കയറി എല്ലാം സെറ്റാവുമോ എന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓടണേണ് എല്ലാവരും കൂടി. എല്ലാവരും കയറി ലഗേജസൊക്കെ കയറ്റി എല്ലാവരും സെറ്റായി. അപ്പോഴത്തേക്കും പയ്യെ ട്രെയിൻ നീങ്ങി തുടങ്ങി. രണ്ട് കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും നമ്മളുടെ ആൾക്കാരായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ തൊട്ട് സംസാരവും ഒച്ചയും ബഹളവും സന്തോഷവും എല്ലാം കൂടി ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അപ്പോൾ ട്രെയിൻ മൊത്തം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയിച്ചു നമ്മൾ കാശ്മീർ പോകണമെന്ന്. കണ്ടോ ഗൈസ്, എയർപ്ലെയിൻ ആവശ്യത്ത് ഇവിടെ ചേച്ചിയുണ്ട്. ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ പ്ലാൻ നോക്കണം. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓരോ കളികളും അന്താക്ഷരിയും അങ്ങനെ കുറേ കളികളൊക്കെ കളിച്ചു. ഇങ്ങനെ എടുത്താൽ മതി.
പൊന്നായി ഇത് ഓർമ്മ തന്നെ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? വിജയവാഡ. ഇവിടെ ഒരു കുശും കൂടെ തന്നെ. ഞാനേ ചുണ്ടെടുക്കാം. ഇന്ന് ഏപ്രിൽ 4, ഇന്ന് ഹൈബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈബിക്ക് സർപ്രൈസ് ആയിട്ട് കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാണിക്കില്ല? ഗോപന്റെ ആറാട്ട് Happy birthday, dear Heidi. Happy birthday to you. May God bless you, dear. May God bless you, dear. Happy birthday, dear. Happy birthday. സമ്മാനം പൈസ ഉണ്ടെങ്കിൽ പോകലോട്ടിട്ടേ. ഞാനാ പോലീസ്. കള്ളനെ കണ്ടുപിടിക്കും. വായിക്കറിയാൻ പാടില്ല. ചേച്ചി ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചത്? കള്ളൂടെ കള്ളൂടെ
ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു ചുമ്മാ ഹൊറർ സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചിങ്ങനെ പറയണേ. അതായത് ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ സമയത്തുണ്ടായിരുന്നു ആള് മരിച്ചുപോയി. ആ സമയത്ത് അവിടെ ലാസ്റ്റ് ഇതെന്താ സംഭവം ഇങ്ങനെ കുറേ ആയി. അപ്പോൾ അവരച്ഛനെ കൊണ്ടുവന്ന് ബെഞ്ചിൽ മറ്റേ ആടിന് കൊടുക്കാൻ പുല്ല് കൊടുക്കാൻ വേണ്ടി താഴ്ച കൊടുത്ത് എന്റെ ഇപ്പൊ മറ്റേ ഇതായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ഡേ 2 അവസാനിച്ചു. അടുത്ത ദിവസം നമ്മൾ വൈകിട്ടോടെ കാശ്മീർ എത്തും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share and subscribe to my channel. See you on my next video.